നാഗർകോവിൽ നിന്ന് MK ഗാന്ധി, അത്തരത്തിൽ 4 സീറ്റുകൾ BJP നേടിയെടുത്തു കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ 4 സീറ്റുകൾ എങ്ങനെ നേടി? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. തമിഴ്നാട് രാഷ്ട്രീയം വളരെ വിഭിന്നമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന്. വർഷങ്ങളായി ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യമായിരുന്നു തമിഴ്നാട്ടിലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു ട്രെൻഡ് മാറി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാവുന്ന സാഹചര്യമാണ്. കാരണം DMK AIDMK അണ്ണാ DMK തമ്മിലുള്ള ഒരു നേർക്കുനേർ മത്സരമായിരുന്നു നാളിത്രയും വരെയും കണ്ടത്. എന്നാൽ ഇപ്പോൾ BJP ആ സ്പേസിലേക്ക് AIDMKയുടെ സ്പേസിലേക്ക് ഒക്കുപൈ ചെയ്തിരിക്കുന്നു. അത് എത്രമാത്രം ഇവിടെ കേന്ദ്ര സർക്കാരിന് ഗുണമാകും? കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 370 സീറ്റുകൾ എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ 39 സീറ്റുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. നമുക്കറിയാം, ചെന്നൈയിൽ നടന്ന മഹാറാലി, പ്രധാനമന്ത്രി നടത്തിയ ഒരു മഹാറാലിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോയമ്പത്തൂരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഇവിടെ DMK ആ സീറ്റ് തിരികെ വാങ്ങി. CPIMൻ്റെ ഒരു വ്യക്തി, അതായത് PR നടരാജൻ സഖാവ്, അദ്ദേഹമാണ് കഴിഞ്ഞ തവണ ജയിച്ചതെങ്കിൽ ഇക്കുറി അദ്ദേഹത്തിന് ആ ഒരു സീറ്റ് നൽകാതെ പകരം ദിണ്ടിഗൽ അവിടെ CPIM സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ള രാഷ്ട്രീയ ചിന്ത വന്നു. അതെന്തുകൊണ്ടാണ്? കോയമ്പത്തൂർ അത്രമേൽ പ്രസക്തമാവുകയാണ്. കോയമ്പത്തൂരിലെ മത്സരം ഈ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുവന്നിരിക്കുന്നത് എന്തുകൊണ്ടും ഇവിടുത്തെ നിവാസികൾക്ക് ഒരുപക്ഷെ വികസനം എന്ന സ്വപ്നത്തിലേക്ക്, കാരണം പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇവിടെ മുഖ്യമന്ത്രിയും വാഗ്ദാനം ചെയ്തിരിക്കുന്ന കോയമ്പത്തൂർ ഒരു മെട്രോപൊളിറ്റൻ ടൗൺ എന്ന രീതിയിലേക്ക്, ചെന്നൈ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവരേണ്ട പട്ടണം അത് തിരുച്ചിറപ്പള്ളിയോ മധുരയോ ഒന്നുമല്ല, പകരം കോയമ്പത്തൂർ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡ്, ആ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അത് എത്രത്തോളം ശ്രദ്ധേയമാകും എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കോയമ്പത്തൂരിൻ്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള 6 നിയമസഭാ സീറ്റുകൾ അവിടെ ബഹുഭൂരിപക്ഷം AIDMKയ്ക്കാണ് മുന്നേറ്റം. അതായത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില നോക്കുമ്പോൾ DMK സഖ്യമാണ് ജയിച്ചത്. അണ്ണാ ദ്രാവിഡ മുന്നേറ്റം അവർ പ്രതിപക്ഷത്തേക്ക് വന്നു. പക്ഷേ 4 സീറ്റുകൾ കോയമ്പത്തൂരിൻ്റെ ഒരു സാഹചര്യം നോക്കണം. നമ്മുടെ ചലച്ചിത്ര താരം, തമിഴ്നാടിൻ്റെ ഏറ്റവും ജനപ്രിയ താരമായിട്ടുള്ള കമൽഹാസൻ, അദ്ദേഹം വളരെ നിസ്സാര വോട്ടുകൾക്ക് വാനതി ശ്രീനിവാസനോട് പരാജയപ്പെട്ട മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ BJP അതുകൊണ്ടാണ് രാഷ്ട്രീയ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. നാഗർകോവിൽ നിന്ന് MK ഗാന്ധി, അത്തരത്തിൽ 4 സീറ്റുകൾ BJP നേടിയെടുത്തു കോയമ്പത്തൂരിൻ്റെ മണ്ണിൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ 4 സീറ്റുകൾ എങ്ങനെ നേടി? അത് BJPക്ക് ഉണ്ടാക്കിയ ഹൈപ്പ് എത്രത്തോളമാണ്? ഇവിടുത്തെ പബ്ലിക് റെസ്പോൺസുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ ഒരു നിശബ്ദ തരംഗത്തിലേക്ക് BJP മാറ്റപ്പെടും എന്ന് അണ്ണാമലൈ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് ഒരു വലിയ ചോദ്യത്തിലേക്ക് വരികയാണ്. നിശബ്ദമായ ഒരു തരംഗത്തിലേക്ക് ഒരുപക്ഷെ മാറിയാൽ അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിരവധിയായ കോൺക്ലേവുകളിൽ അണ്ണാമലൈ പറഞ്ഞതാണ്. മാത്രമല്ല, സഖ്യകക്ഷിയായ AIDMK BJPയുമായിട്ട് ബന്ധം ഉപേക്ഷിച്ചെങ്കിൽ പോലും അണികൾക്കിടയിൽ ഒരു അണ്ണാമലൈ സ്നേഹമുണ്ട് എന്ന രീതിയും ഇവിടെയുണ്ട്. ഒരുപക്ഷെ അത് എത്രത്തോളം ഇവിടെ വർക്കൗട്ടാകും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം ഒരു പോസിറ്റീവ് ട്രെൻഡായി മാറിയാൽ DMKയ്ക്ക് ഒരുപക്ഷെ വെല്ലുവിളിയാകും.